കലാപരിപാടിയുടെ പേര് നിങ്ങൾ നിൽക്കൂ ഞാൻ പറയട്ടെ. ഹായ് ഗായ്സ്, കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര തിരക്കായിപ്പോയി ഗൈസ്. ഏകദേശം 67,000 ഫാമിലി മെമ്പേഴ്സിൻ്റെ തികഞ്ഞ ആത്മാർത്ഥമായ സപ്പോർട്ടോടുകൂടിയാണ് ഞങ്ങളുടെ ഇത്രയും നാളത്തെ ഒരു ജേർണി ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട്, ചില സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് അതൊന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും കണക്ട് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ തൊട്ട് നമ്മളുടെ വീഡിയോകൾ പുതിയതായിട്ട് വരാൻ പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ തലയിലൊക്കെ ഇട്ട് പട്ടിഷോ കാണിക്കുന്നത്. ഈ പട്ടിഷോ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല ഇവളെന്തിനാ ഇതൊക്കെ ഇട്ടുകൊണ്ട് വന്നേക്കുന്നേ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വീഡിയോ കയറി കാണും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ. അത്രയും മാത്രം വിചാരിച്ചാൽ മതി, അതിനപ്പുറത്തോട്ടൊന്നുമില്ല ഗൈസ്. സമയം 12 മണിയായി ഗൈസ്. വേറെ ഒന്നും കൊണ്ടല്ല, രാത്രി ആയാലേ ബാക്കിയുള്ള ശബ്ദങ്ങളിൽ നിന്ന് നമുക്ക് എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ 12 മണി സമയം വരെ ഞാൻ വെയിറ്റ് ചെയ്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇടുന്നത്. എന്തുവാ? മൈക്കും ഇല്ല, ശരിയാണ്, ഞങ്ങൾക്ക് നല്ലൊരു മൈക്കില്ല ഗൈസ്. ഫോണിനകത്ത് നിന്ന് ഈ ഫോണാണ് ഞങ്ങളുടെ എല്ലാം. ദൈവമേ, എങ്ങാനും താഴെ വീണ് ഇത് പറയുന്നതിൻ്റെ പിറ്റേ ദിവസം താഴെ വീണ് പൊട്ടിയ സാധാരണഗതിയിൽ അങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും. എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ പച്ച പിടിച്ച് വരുമ്പോഴത്തേനും അത് താഴെ വീണ് പൊട്ടും. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ നമ്മളെ വീഡിയോ ഇട്ട് പെട്ടെന്ന് അപ്രതീക്ഷിതമായ സംഭവം എല്ലാം ക്ലിക്കായി തുടങ്ങിയൊരു സമയമുണ്ടല്ലോ, ഞങ്ങളിങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അടുത്തത് എന്താണ് എപ്പോൾ 100K അടിക്കും എന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നൊരു സമയത്ത് ഞങ്ങളുടെ ചാനൽ കളഞ്ഞുപോയി. ഇല്ലേ, നമ്മുടെ ചാനൽ നഷ്ടപ്പെട്ടു പോയായിരുന്നു. പിന്നെ അതിൻ്റെ പുറകെ മറ്റേ അൺനോൺ വാഴ എന്ന് പറയുന്ന ബ്രദറൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തു. എന്നിട്ടും നടക്കത്തില്ല. പക്ഷെ അണ്ണനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. പുള്ളിക്ക് അറിയാവുന്ന കോൺടാക്ട് നമ്പറൊക്കെ തരികയൊക്കെ ചെയ്തു. പക്ഷെ അതിനകത്തൊന്നും കാര്യമില്ല. പുള്ളിയെ പോലെ അല്ലല്ലോ പുള്ളി തരുന്ന കോൺടാക്ട് നമ്പറിലുള്ള ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ട് അലഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ തിരിച്ചിട്ട്. നിങ്ങൾക്കറിയാമല്ലോ, വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ അത് അറിയാനുള്ള ചാൻസും ഉണ്ട്. ഗൈസ്, ഭയങ്കര ചൂട്. വീഡിയോയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വന്ന് എൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ചാനൽ കളഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഗൈസ്. ഏതൊക്കെയാണ് വീഡിയോ ഇട്ടതെന്ന് ഞങ്ങൾക്ക് പോലും അറിയാൻ വയ്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചാനലിലേക്ക് നോക്കുന്നില്ല. ഭയങ്കര ബിസിയല്ലേ, ഭയങ്കര ബിസി, 2 പേർക്കും ബിസി. ഞാൻ തിരുവനന്തപുരത്ത് ബിസി, ഹസ്ബൻഡ് കൊല്ലത്ത് ബിസി. അപ്പോൾ ആ ബിസിയൊക്കെ ഒരാഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യും. നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരിക്കണം. ഉണ്ടാവില്ലേ? ഉണ്ടായിരിക്കും, എനിക്കറിയാം. കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഡൈവേർട്ട് ചെയ്ത് പോയായിരുന്നു. ചൂടിൻ്റെ കാര്യം. നിങ്ങളിപ്പോൾ എൻ്റെ കോലം കണ്ടില്ലയോ? നന്നായിട്ട് വിയർത്തൊലിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഈ ഹുഡി, ചുമ്മാ ഞാൻ പറഞ്ഞത് പോലെ പട്ടിഷോ. കൊല്ലം ജില്ലയിൽ നല്ല ചൂടാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അതുകൂടി ഒരു അവയർനെസ് കൂടി ഞാൻ തരാം. ഓക്കെ. ഭയങ്കര ചൂടാണ്. പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക. അത് മാത്രമല്ല, നിങ്ങൾ കുടയൊക്കെ ചൂടിക്കൊണ്ട് വേണം പോകാൻ. നാണക്കേടൊന്നും വിചാരിക്കേണ്ട. അത് മാത്രമല്ല, ഫുൾ കൈ ഡ്രസ്സുകൾ യൂസ് ചെയ്യുക. വൈറ്റ് ഡ്രസ്സ് യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അതും കൂടി ഞാൻ പറഞ്ഞേക്കാം. കാരണം ഒരൊറ്റ ദിവസത്തെ വെയിൽ കൊണ്ടിട്ട് എൻ്റെ ബോഡി ഫുള്ള് ടാൻ അടിച്ച് ഭയങ്കര വിഷയമായി. അപ്പം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നന്നായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം. ഓക്കെ, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇൻഫെക്ഷനൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിൽ ആശുപത്രിയിൽ പോയി കിടക്കരുത്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ പറഞ്ഞു തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുക. നാളെ മുതൽ നമ്മളുടെ ഷോർട്സ് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഈ 67K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഫാമിലിക്ക് ഒരു ബിഗ് താങ്ക്സ്. ഞങ്ങളെ ഇത്രയും നാൾ സഹിച്ചതിന്, സപ്പോർട്ട് ചെയ്തതിന്. അപ്പോൾ എങ്ങനാ വാ സപ്പോർട്ട് ചെയ്യാന്ന് പറ. ഒരു ഉത്തരവാദിത്ത ബോധം ഇല്ലെന്ന്. എല്ലാ മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ കലാപരിപാടിയുടെ പേര് നിങ്ങൾ നിൽക്കൂ ഞാൻ പറയട്ടെ.
ഗായ്സ് എല്ലാം പറഞ്ഞതുപോലെ പറയോ? ഞാൻ പറഞ്ഞോളാം. എല്ലാവരും ഞങ്ങളെ പഴയതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇടാത്ത എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഒരു 10 മിനിറ്റ് കിട്ടിയാലും വീഡിയോ ഇടാന്ന് പറഞ്ഞാലും കേൾക്കാത്തവള് താഴെ നിൽക്കും. കണ്ടു, ഒരു ഉടുപ്പുമില്ലാതെ ഇതുവരെ ഡയലോഗ് അടിച്ചു. തള്ളലായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും കേട്ടോണ്ടിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഓക്കെ, നമ്മൾ വീഡിയോ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടിന്യൂസ് ആകണം. ഓക്കെ ബൈ.